നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇങ്ങനെ ഇതേവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റേതായ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പം എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ നമുക്ക് തുടങ്ങേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം എനിക്ക് ഇന്നലെ ഇന്നുമായിട്ട് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് മെസ്സേജസ് സംഭവം എനിക്ക് വന്നു. അപ്പം നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മളെ വീഡിയോ എന്നുള്ളത്. അതെ, എനിക്ക് വന്ന കുറച്ച് നെഗറ്റീവ് മെസ്സേജസിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് വന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു പേജ്, നമ്മുടെ ആ ഒരു ചാനൽ നമ്മൾ സ്റ്റോറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പം തുടങ്ങിയ കുറച്ച് മെസ്സേജസാണ് എനിക്ക് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മളിങ്ങനെ ഒരു മെസ്സേജസ് വരുന്ന പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളിൽ നിന്നാണ് മെസ്സേജ് വന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഒന്ന് ഷോക്കായി. എന്താ ഇപ്പോൾ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാനൊന്ന് ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെന്തിന് ഷോക്കാവണം. അപ്പം അന്നപ്പം ഞാനൊരു മറുപടി കൊടുക്കാൻ നിന്നില്ല. ഞാൻ അവർക്ക് ഇങ്ങനെ ഒരു മറുപടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം സത്യത്തിൽ ഈ ഒരു മറുപടി ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തികൾക്ക് മാത്രമല്ല. ഇപ്പം മെസ്സേജ് ആയിട്ട് പറഞ്ഞത് ആ ഒരു കുറച്ച് പേരാന്ന് വിചാരിക്കാം. 2 പേര് ആട്ടോ മെസ്സേജ് ചെയ്തുള്ളൂ. പറയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുന്നുണ്ട്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് മെസ്സേജ് അയക്കാതെ മനസ്സിലിങ്ങനെ വെച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെയും കൂടി ഉദ്ദേശിച്ചാട്ടോ ഈ ഒരു വീഡിയോ. അവർക്കും കൂടിയുള്ളൊരു മറുപടിയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാനൊരു വലിയൊരു യൂട്യൂബർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനെന്താ പറയുക, നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വലിയ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ കുറച്ച് ജീവിതത്തിൽ എൻ്റെ ലൈഫിലെ കുറച്ച് മൊമെൻറ്റ്സ്, ഞാനും എൻ്റെ മോനും ഹസ്ബൻഡും തമ്മിലുള്ള കുറച്ച് മൊമെൻറ്റ്സ്, അത് കുറച്ച് ഷോർട്സ് ആക്കി. ഞാൻ വലിയ എന്താ പറയുക പാചക വിദഗ്ധ ഒന്നുമല്ല. അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹാപ്പിനെസ്സാണ്, നമ്മളത് ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത് മാത്രം. അപ്പം നമ്മുടെ ഹാപ്പിനെസ്സിനെ ചോദ്യം ചെയ്യാൻ വേറെ ഒരാൾക്കും ഒരവകാശവും ഇല്ല. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമായി. അത് റിയലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് എന്തായാലും സങ്കടമാവും. അതെനിക്ക് എന്തായാലും ഉണ്ടായി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറയാതെ നിന്നിട്ടും കാര്യമില്ല. എന്നെപ്പോലെ പുതുതായിട്ട് ചാനൽ തുടങ്ങിയ 1ഉം 2ഉം 3ഉം പേരല്ല, ഒരുപാട് പേര് ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെയും ഇതുപോലെ കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഉറപ്പാണ്, എന്തായാലും വരും. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയാൽ എന്തായാലും അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വരും എന്നുള്ള ഉറപ്പാണ്. അപ്പം അവരാരും എന്താ ചെയ്യുക, ഇങ്ങനെ പേടിച്ചോടാൻ നിൽക്കരുത്. അവരവിടുന്ന് പറയുന്നത് പറഞ്ഞോട്ടെ, നമ്മളത് ഇതിലെ കേട്ട് ഇതിലെ വിടുക. അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ നിന്നിട്ടില്ല. അപ്പം ഞാനത് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും എനിക്ക് ആ മെസ്സേജ് അയച്ച ആ ഒരു ആളുകൾ ഈ ഒരു വീഡിയോ എന്തായാലും കാണുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഞാൻ നിങ്ങളെ പേര് പറഞ്ഞിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നിങ്ങളെ പേര് പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കാനോ നിങ്ങളെ എന്താ പറയുക നാണം കെടുത്താനോ ഒന്നുമല്ല. നിങ്ങളെ പേര് പറയുന്നുമില്ല, നിങ്ങൾ ആരാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം എൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഇപ്പം ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നായാലും ആരായാലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുന്നത് മാത്രം. അതിനാരും ഇന്നേ വരെ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടില്ല. നെഗറ്റീവായ രീതിയിൽ പറഞ്ഞിട്ടില്ല അവരാരും. അവർ പറഞ്ഞത് ഇട്ടുകൂടെ എന്നുള്ള ഒരു രീതിയിലാണ്, നല്ല രീതിക്ക് വീഡിയോ ഇട്ടുകൂടെ എന്നുള്ള രീതിയിൽ ഇനി ആരും പറഞ്ഞിട്ടില്ല. ആരും ഇതുവരെ അങ്ങനെ നെഗറ്റീവായിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെയൊരു ഇത് കണ്ടപ്പം എനിക്കൊരു വിഷമായി. അതുകൊണ്ടാട്ടോ നമ്മൾ വീഡിയോ ഇടുന്നതായിക്കോട്ടെ, നമ്മളെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, നമ്മുടെ ഫുഡായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ഹാപ്പിനെസ്സാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ എന്തിലൊക്കെ എൻഗേജ്ഡ് ആയാലാണ് നമുക്കൊന്ന് ഹാപ്പി ആവുക എന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയൂ. അപ്പം നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഡൗൺ ആവാനോ, നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ചാനൽ തുടങ്ങി അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് നിർത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അവരവിടെ നിന്ന് പറഞ്ഞോട്ടെ. അവർ പറഞ്ഞ് അവർക്ക് നമുക്കത് ഏഷ്യുന്നില്ല എന്ന് തോന്നുമ്പം അവർ താനെ നിർത്തിപ്പോയിക്കോളും. എനിക്ക് വന്ന കുറച്ച് കമൻസ് എന്ന് പറഞ്ഞാൽ നീ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്താ, നീ ആരാ, വലിയ സെലിബ്രിറ്റി ആണോ,
എന്താ നിൻ്റെ വിചാരം, എന്തൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ. അപ്പം നമ്മൾ സെലിബ്രിറ്റി ഒന്നല്ല, സെലിബ്രിറ്റികൾക്ക് മാത്രമേ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റൂന്ന് നിയമമൊന്നുമില്ലല്ലോ. ആർക്കും തുടങ്ങാം, ആർക്ക് തുടങ്ങിയാലും അത് കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ മോശമായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾ അതിൽ ഇടുന്നില്ല. നമ്മൾ നല്ല നല്ല കുറച്ച് നമ്മുടെ ലൈഫിൽ കുറച്ച് മൊമെൻറ്റ്സ് അതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇവർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. നമ്മളെ തളർത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണെന്ന് എനിക്ക് തോന്നി. മെയിനായിട്ട് അതാണ് ഉദ്ദേശം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾ തളർത്താൻ ഉദ്ദേശിച്ച് നമ്മൾ തളരാൻ തയ്യാറല്ല. ഓക്കെ, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. നല്ല മനസ്സിനുടമകൾ കുറേ പേരുണ്ട്. അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കമൻറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ മതി നമുക്ക്. നിങ്ങളോട് ആരും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ വയ്യാതെ നമ്മൾ ശല്യം ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു. നമുക്ക് ചോദിക്കുന്നതിന് എന്താ ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിക്കുന്നതിന് നമ്മൾ മടി വിചാരിക്കേണ്ട എന്ത് കാര്യമുള്ള ഒരു കാര്യമില്ല. അത് നമ്മളാരും എന്താ പറയുക, മോഷ്ടിക്കുകയും തട്ടിപ്പറിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആർക്കും ഒരു ഉപദ്രവമില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു, നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുത്തു വെച്ചാൽ നമുക്ക് ഒരു മോശമായിട്ട് ഒന്നും ബാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മളൊരു ലൈക്കും ഒരു സബ്സ്ക്രൈബും കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഓരോരോ സബ്സ്ക്രൈബേഴ്സ് കൂടും എനിക്ക് ഞാൻ നല്ല രീതിക്ക് സന്തോഷിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെയാണ് അവർക്കതൊരു വലിയ കാര്യം തന്നെയായിരിക്കും ഒരു സബ്സ്ക്രൈബർ കൂടുക എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ പിന്നൊരു ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ എനിക്ക് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ വിട്ടതാണ്. എൻ്റെ സൗണ്ടിനെ കുറിച്ച് എന്ത് സൗണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പോരാ, കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, എല്ലാവരുടെ സൗണ്ടും ഇപ്പം എന്താ പറയുക, നമ്മളെ ചിത്ര ചേച്ചീൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ നമ്മളെ യേശുദാസ് സാറ് സൗണ്ടോ അതുപോലെയൊന്നും ആവില്ലല്ലോ. ഓരോരുത്തരും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ സൗണ്ടും വ്യത്യസ്തമാണ്. എല്ലാവരുടെ സൗണ്ടും ഇപ്പോൾ ഒരേപോലെ ആവുന്നില്ല. എന്ന് വെച്ചാൽ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ക്രാഫ്റ്റ് ആർട്ട്, DIY അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഡ്രോയിങ് അങ്ങനത്തെ കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള വീഡിയോസും എൻ്റെ ചാനലിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഞാനെന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ കണ്ടൻറ്റുകളൊന്നും. പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് വന്നു. നീ കുക്ക് ചെയ്തിട്ട് എന്താ, നീ തന്നെ ടേസ്റ്റ് ചെയ്യുക, ടേസ്റ്റ് ഉണ്ടെന്ന് പറയുക, നിനക്ക് നാണമില്ല, അങ്ങനത്തെ കുറച്ച് കമൻറ്റ് വന്നു. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ വലിയൊരു ഷെഫോ എന്താ പറയുക, വലിയ കുക്കിംഗ് എക്സ്പേർട്ടോ ഒന്നുമല്ല. ഞാൻ ഈ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് തന്നെ എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് ആകെ കുറച്ച് വർഷമായിട്ടുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് എൻ്റെ ഒരു ABCD അറിയില്ല. ഒരു ചോറ് വെക്കാൻ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഞാനിപ്പം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ കുക്കാണ് അങ്ങനെയല്ല ഉദ്ദേശം. ഞാൻ ചെറുതായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. എനിക്ക് നല്ലതാണെന്ന് തോന്നിയ കാര്യങ്ങൾ നല്ലതാണെന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ അടിപൊളിയാണ്, സൂപ്പറാണ് അങ്ങനെയല്ല. ഓക്കെ, അപ്പം അത് അടിപൊളിയാണോ അല്ലെങ്കിൽ ഫ്ലോപ്പാണോ, നന്നായില്ല, ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണോ, നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുക, ഞാൻ ഉണ്ടാക്കി നോക്കി, മോശമാണല്ലോ, നീ എന്നിട്ട് നല്ലത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ വെറുതെ എന്തെങ്കിലും അതും ഇതും പറയാമെന്ന് വെച്ചാൽ അത് ഇത്തിരി നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് വന്ന ഒരു കമൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയാൻ മടിക്കേണ്ട. നിങ്ങൾ കമൻസ് ആയിട്ടോ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മളോട് ചോദിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് അത് ഞാൻ നിങ്ങൾക്കും ചെയ്തുതരും. സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി എപ്പം വരുമെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴെങ്കിലും എനിക്ക് പറ്റുമ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ടിടും. അപ്പോൾ ഓക്കെ, ബൈ.